വിവരങ്ങളുമായി ചേർന്നത്. പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ സമരത്തിനിടെ കർഷകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. BJP നേതാക്കളുടെ വസതികളിലേക്ക് സംയുക്ത കിസാൻ മോർച്ച ട്രാക്ടർ മാർച്ച് പ്രഖ്യാപിച്ചു. കർഷകർ റോഡ് തടഞ്ഞ് പ്രതിഷേധിക്കും. കേന്ദ്ര സർക്കാരുമായി തൽക്കാലം ചർച്ച വേണ്ട എന്നാണ് കർഷക സംഘടനകളുടെ നിലപാട്. അതിർത്തികളിൽ തുടരുന്ന കർഷകർ നാളെ ഡൽഹിയിലേക്ക് നീങ്ങും. കഴിഞ്ഞ ദിവസം ഖനൌരിയിൽ പോലീസുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ 3 കർഷകർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. കർഷകരുടെ ക്ഷേമം ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. ശംഭു അതിർത്തിയിൽ നിന്ന് നിതിൻ അംബുജൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, ഈ കർഷകന്റെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഏതൊക്കെ രൂപത്തിൽ പ്രതിഷേധം കടുപ്പിക്കാനാണിപ്പോൾ നേതാക്കളുടെ തീരുമാനം? വേണു, ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നാണ് കർഷക സംഘടനകൾ വ്യക്തമാക്കിയത്. ശംഭു അതിർത്തിയിലും കനൌരി അതിർത്തിയിലും ഇപ്പോൾ തുടരുന്ന കർഷകർ അവിടെ തന്നെ തുടരും. അതിനുശേഷം പിന്നീട് ഡൽഹിയിലേക്ക് പോകുന്ന കാര്യത്തിൽ ഒരു പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും 2 ദിവസം കൂടി അതിർത്തികളിൽ തുടരാനാണ് ഇന്നലെ കർഷക സംഘടനകൾ നൽകിയ നിർദ്ദേശം. നിലവിൽ ഇപ്പോൾ ശംഭു അതിർത്തിയിൽ സമാധാനപരമാണ് സാഹചര്യം, കനൌരിയിലും സമാധാനപരമാണ് സാഹചര്യം. പക്ഷേ ഇന്ന് മറ്റ് ചില പ്രതിഷേധ പരിപാടികൾക്കാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. BJP നേതാക്കൾ വസതികളിലേക്ക് ട്രാക്ടർ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ റോഡ് തടയൽ സമരവും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു പ്രതിഷേധ മാർഗങ്ങളിലേക്ക് ഇപ്പോൾ കർഷക സംഘടനകൾ കടന്നിട്ടുണ്ട്. എന്തായാലും ഡൽഹിയിലേക്ക് നീങ്ങുന്നത് ഒരുപക്ഷെ നാളെ മാത്രമേ ഡൽഹിയിലേക്ക് നീങ്ങുകയുള്ളൂ. അതുവരെ അതിർത്തികളിൽ തുടരാൻ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് കർഷക സംഘടനകളുടെ യോഗം ചേരുകയാണ്. ആ യോഗത്തിന് ശേഷം മാത്രമേ ഭാവി തീരുമാനങ്ങൾ എങ്ങനെയാകുമെന്നൊരു പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ. കേന്ദ്ര സർക്കാർ വിളിച്ച ചർച്ചയ്ക്ക് നിലവിൽ സഹകരിക്കേണ്ടതില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കാരണം കർഷകർക്ക് നേരെ ഉണ്ടായ വ്യാപകമായ ഡ്രോൺ വഴിയുള്ള കണ്ണീർവാതക ഷെല്ലുകൾ, അതോടൊപ്പം തന്നെ ഒരു കർഷകൻ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതെല്ലാം കണക്കിലെടുത്തുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ കർഷകർക്കിടയിൽ രൂപപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, ഞാൻ ഈ നിൽക്കുന്ന ശംഭു അതിർത്തിയിൽ ഇന്നലെ ഉണ്ടായ സാഹചര്യം, ഹരിയാന പോലീസിന്റെ ഭാഗത്തും വ്യാപകമായ ഒരു ഡ്രോൺ ആക്രമണം, കണ്ണീർവാതക ഷെല്ലുകൾ ഇവിടെ അടക്കം ഈ പഞ്ചാബിന്റെ ഈ അതിർത്തിയിലടക്കം ഉണ്ടായിരുന്നു. അതിലെല്ലാം തന്നെ വലിയ തരത്തിലൊരു പ്രതിഷേധം കർഷകർക്കിടയിലുണ്ട്. തൊട്ടപ്പുറമുള്ള ഹരിയാന അതിർത്തിയിലാണെങ്കിൽ പോലീസ് ബാരിക്കേഡ് തീർത്ത്, കോൺക്രീറ്റ് ബാരിക്കേഡ് തീർത്തും മുള്ളുവേലി സ്ഥാപിച്ചും അതിനപ്പുറം കണ്ടെയ്നർ ബാരിക്കേഡ് തീർത്തും ഇന്നും നിലയുറപ്പിച്ചിരിക്കുകയാണ്. ആ ഒരു തരത്തിലാണ് ഈ സമരത്തെ പോലീസ് നേരിടുന്നത്. അതിലടക്കമുള്ള പ്രതിഷേധം ഇപ്പോൾ ഇവർക്കിടയിൽ വലിയ തരത്തിലുണ്ട്. ഖനൌരിയിലും ശംഭുവിലും നിലവിൽ സമാധാനപരമാണ് സാഹചര്യം. അതേസമയം കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ചയുടെ തീരുമാനം എങ്ങനെ പോകണം എന്ന കാര്യത്തിലടക്കം ഇന്ന് കർഷക സംഘടനകൾ യോഗം ചേർന്ന് തീരുമാനിക്കും. എന്തായാലും പഞ്ചാബിന്റെ വിവിധ ജില്ലകളിലുള്ള കർഷകരെല്ലാം തന്നെ ഇന്ന് റോഡ് തടയൽ സമരവും അതോടൊപ്പം തന്നെ BJP നേതാക്കളുടെ വീടുകളിലേക്ക് ട്രാക്ടർ മാർച്ചും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലെല്ലാം തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ പഞ്ചാബിന്റെ അതിർത്തി മേഖലയടക്കം ഇപ്പോൾ സ്വീകരിച്ചു വരുന്നു. ഹരിയാനയിലെ സാഹചര്യം പരിശോധിച്ചാൽ പോലീസ് ഇന്ന് കൂടുതൽ സേന ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. കാരണം ഈ പ്രതിഷേധം അത് ശക്തമാകാനുള്ള ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഹരിയാനയിൽ ഇപ്പോൾ പോലീസിനെ വിന്യസിച്ചിരിക്കുന്നത്. വിവിധ അതിർത്തികൾ, ഖനൌരി അടക്കമുള്ള വിവിധ അതിർത്തികൾ, ഗ്രാമപ്രദേശങ്ങളിലെ റോഡുകൾ, ഇവയെല്ലാം തന്നെ പോലീസിന്റെ വലയത്തിലാണ്. കൂടാതെ കുരുക്ഷേത്ര, പാനിപ്പത്ത്, സോണിപ്പത്ത് അടക്കമുള്ള വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് കർഷകരുടെ പ്രതിഷേധം അത് ശക്തമാകുമെന്നൊരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് അതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയാണ് ഇപ്പോൾ ഹരിയാന പോലീസ് മുന്നോട്ട് പോകുന്നത്. നിലവിൽ ഇപ്പോൾ ശംഭു അടക്കമുള്ള അതിർത്തികളിൽ സമാധാനപരമാണ് സാഹചര്യം. വേണു, ശരി, പ്രതിഷേധം ശക്തമാക്കാൻ കർഷക സംഘടനകളുടെ തീരുമാനം. ശംഭു അതിർത്തിയിൽ നിന്ന് നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്.